മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം. പണിമുടക്കിനെ തുടർന്ന് അംഗനവാടി തുറക്കാൻ ജീവനക്കാർ എത്തിയില്ല. രക്ഷിതാക്കൾ കുട്ടികളുമായി എത്തിയതോടെ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ LMS ഭാരവാഹികൾ അംഗനവാടിയുടെ പ്രവർത്തനം ഏറ്റെടുത്തു. താനൂർ നഗരസഭയിലെ ചിറക്കൽ 28 നമ്പർ അംഗനവാടിയിലാണ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ക്ലാസ് ആരംഭിച്ചത്. താനൂർ നഗരസഭയിലെ 41 ഡിവിഷനിൽപ്പെട്ട 28 നമ്പർ അംഗനവാടിയിലാണ് പണിമുടക്ക് ദിവസം വാർഡ് കൗൺസിലർ സുമിതയുടെ നേതൃത്വത്തിൽ പഠനം നടന്നത്. തുമ്പി വന്നൊരു പാട്ട് പാടും. രണ്ടാളും കൂടി ഒരു പാട്ട്. ഏത് പാട്ടാ? ആനക്കൊമ്പനാന ആർക്കറിയാ? എന്നാ പാട്. എല്ലാവരും ക്ലാപ്പ്. രാവിലെ കുട്ടികളുമായി രക്ഷിതാക്കൾ എത്തിയെങ്കിലും അംഗനവാടി തുറന്നിരുന്നില്ല. പണിമുടക്ക് കാരണം ജീവനക്കാർ എത്താതിരുന്നതോടെയാണ് രക്ഷിതാക്കൾ കൗൺസിലറെ സമീപിച്ചത്. വാർഡ് കൗൺസിലർ സുമിതയും തൊട്ടടുത്ത വാർഡിലെ കൗൺസിലറായ ദിബീഷും സ്ഥലത്തെത്തി. ICDS സൂപ്പർവൈസറുമായി ബന്ധപ്പെട്ട ശേഷം അംഗനവാടി കമ്മിറ്റി ഭാരവാഹികളും ചേർന്നാണ് അംഗനവാടി തുറക്കാനുള്ള നടപടികൾ എടുത്തത്. ഞാൻ ചിറക്കൽ 41 ഡിവിഷനിലെ കൗൺസിലറാണ്. അപ്പോൾ ഇന്ന് രാവിലെ അംഗനവാടിയിൽ കുറച്ച് രക്ഷിതാക്കളും കുട്ടികളുമായിട്ട് എത്തിയിരുന്നു. അപ്പോൾ അവരാണ് എന്നെ വിളിച്ചത്, അംഗനവാടി തുറന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. തൊട്ടപ്പുറത്തുള്ള 2 സ്കൂളുകളൊന്ന് പ്രവർത്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അംഗനവാടി തുറക്കാത്തതെന്ന് പരാതി കിട്ടിയപ്പോഴാണ് ബന്ധപ്പെട്ട അധ്യാപകരെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് സമരത്തിലാണ്, ബന്ദാണ്, അതുകൊണ്ടാണ് തുറക്കാത്തത്, സമരം ആയതുകൊണ്ട് തുറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആയിരിക്കെ രക്ഷിതാക്കളെ പരാതി കിട്ടിയപ്പോൾ ഞങ്ങളുടെ നേതൃത്വത്തിൽ അംഗനവാടി അവരെ സൂപ്പർവൈസർ വിളിച്ചിരുന്നു. ICDS സൂപ്പർവൈസർ വിളിച്ചു. അവർ പറഞ്ഞു ബന്ധപ്പെട്ട ആവശ്യക്കാർക്ക് അത് തുറക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അംഗനവാടി തുറന്ന് പ്രവർത്തിച്ചു. അതിൻ്റെ പരമായിട്ട് ഞങ്ങൾക്ക് കുട്ടികൾക്ക് രാവിലത്തെ ഭക്ഷണം ചിറക്കലെ അമ്പല കമ്മിറ്റിയാണ് നൽകിയത്. അതുപോലെ കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം തൊട്ടപ്പുറത്തുള്ള അയൽപ്പക്കത്തെ വാസുവേട്ടൻ തരികയുണ്ടായി. അതുപോലെ തന്നെ സ്കൂളിൽ നിന്നാണ് കുട്ടികൾക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കിട്ടിയത്. അങ്ങനെ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം കടന്നു പോകാൻ സാധിച്ചു. തുടർന്ന് വാർഡ് കൗൺസിലർ തന്നെ ക്ലാസും ആരംഭിച്ചു. കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം സമീപത്തെ ക്ഷേത്ര കമ്മിറ്റി നൽകി. ഉച്ചഭക്ഷണം തൊട്ടടുത്ത സ്കൂളിൽ നിന്നുമാണ് നൽകിയത്. രക്ഷിതാക്കൾക്ക് നേരത്തെ വിവരങ്ങളൊന്നും ലഭിക്കാതിരുന്നതിനാലാണ് എല്ലാവരും കുട്ടികളുമായി എത്തിയത്.